സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ ഹൈബ്രിഡ് ഫിറ്റ്നസിൻ്റെ ഡയറക്ടറാണ്. ഹൈബ്രിഡ് ഫിറ്റ്നസ്സിൽ ഞങ്ങളിപ്പോൾ പലതരം മാർഷൽ ആർട്സ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ബോക്സിംഗ്, കിക്ക് ബോക്സിംഗ്, മുവായ് തായ്, ബ്രസീലിയൻ ജിജിറ്റ്സു, ക്രാമാഗ, ട്രഡീഷണൽ ആർട്സ് ആയിട്ട് കരാട്ടെ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതിനകത്ത് ഞങ്ങളിന്ന് ആദ്യമായിട്ട് ഈ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് സെൽഫ് ഡിഫെൻസിൻ്റെ ട്യൂട്ടോറിയൽസും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനിലും ഒരുപാട് മിത്സ് ഉണ്ട്, മിഥ്യാധാരണകൾ. അതൊന്ന് പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ബേസിക് എക്സാമ്പിൾ വെച്ചിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യാം. സെൽഫ് ഡിഫെൻസിൽ ഒരുപാട് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു പർട്ടിക്കുലർ ഇവൻറ്റിൽ നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെൽഫ് ഡിഫെൻസ് ടെക്നിക്കാണ് ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ അതിനായിട്ട് എൻ്റെ ഫ്രണ്ടിനെ ശ്രീനാഥിനെ സ്ക്രീനിലോട്ട് വിളിക്കുക. അപ്പോൾ ശ്രീനാഥ് ഒരു ഫുൾ ടൈം മാർഷൽ ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ ഇതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാണാൻ അത്യാവശ്യം രസമുള്ള ഒരു സീക്വൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഞാൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ സീക്വൻസ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ്. ഓക്കെ, കാണാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നേരത്ത് ഇത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് തോന്നും, കൊറിയോഗ്രാഫി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു റിയൽ ടൈം സിറ്റുവേഷനിൽ സെയിം ആളുടെ അടുത്ത് ഞാൻ സെയിം ടെക്നിക്ക് ഒന്നും കൂടെ ചെയ്യാൻ പോവാം. ഓക്കെ, ഇത് വർക്കാവില്ലെന്ന് നമുക്ക് നോക്കാം. ഇതാ ആക്ച്വലി സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം ഒരു തരത്തിലും നമ്മളെ ഇത് അനുവദിക്കാൻ, ഒരു ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇതിന് കാരണമുണ്ട്. നമ്മളൊരു പർട്ടിക്കുലർ സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനിൽ എത്താൻ നേരത്ത് നമ്മുടെ ബോഡിയിൽ അഡ്രിനാലിൻ റഷ് ഒക്കെ ഉണ്ടാവും. ഈ അഡ്രിനാലിൻ റഷ് വരാൻ നേരത്ത് നമ്മൾ അത്യാവശ്യം വേദനകളൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ബോഡി അത് ഇഗ്നോർ ചെയ്യും. ഈ ഇഗ്നോർ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് പല ടെക്നിക്കുകളും ബുദ്ധിസ്ഥിരമായിട്ട് നമുക്ക് വർക്ക് ചെയ്യത്തുമില്ല, നമുക്ക് ആ ടെക്നിക്ക് ഓർമ്മ വരത്തില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ പലതും കൊറിയോഗ്രാഫ്ഡ് ആണ്, സിനിമാറ്റിക് ആണ്, ഇതൊന്നും വർക്കബിൾ അല്ല. ബാറ്റിൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ബേസിക് ടെക്നിക്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ പഞ്ച് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ക്രോസ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കിക്ക് എങ്ങനെ ചെയ്യാം, ഇതാണ് ഇതിനകത്ത് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഈ ടെക്നിക്ക് ഇത് എനിക്ക് ഒരിക്കലും ശ്രീനാഥിനോട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു മിനിമം റെസിസ്റ്റൻസ് തരുമ്പോൾ തന്നെ എൻ്റെ ഈ ടെക്നിക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പോവുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ട വസ്തുത. ഇതിനൊരു കാരണമുണ്ട്. നമ്മളൊരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനകത്തോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ പെടാൻ നേരത്ത് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി കുറച്ചുകൂടെ ഒന്ന് അലേർട്ട് ആവും എന്നുള്ളതാണ്. ഈ അലേർട്ട് ആവാൻ നേരത്ത് ബോഡിയിൽ അഡ്രിനാലിൻ റഷ് ഉണ്ടാവും. ഈ അഡ്രിനാലിൻ റഷ് വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്റ്റോ അല്ലെങ്കിൽ പഞ്ചോ എന്തെങ്കിലും കിട്ടുവാണെങ്കിലും നിങ്ങൾക്ക് ആ വേദനയൊക്കെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. ആ സമയത്ത് അതൊന്നും എടുക്കത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പർട്ടിക്കുലർ നോർമൽ ലെവലിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ശക്തിയോ അല്ലെങ്കിൽ അലേർട്ട്നെസ്സോ ആയിരിക്കത്തില്ല ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനകത്ത് വരാനെത്തി. ഇത് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് നമ്മുടെ എവല്യൂഷൻ വഴിയൊക്കെ നമ്മൾ ബോഡി പഠിച്ചെടുത്ത കാര്യമാണ്. ഇത് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ വക കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ട് മറന്നുപോകും. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന ഒരാളുടെ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വർക്കബിലിറ്റിയോ ഇതൊന്നും ആരും പെട്ടെന്ന് സംസാരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പലതും സിനിമാറ്റിക് ആണ്, കൊറിയോഗ്രാഫ്ഡ് ആണ്. ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ ചെയ്ത ടെക്നിക്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഒന്നും കൂടെ ഞാൻ സെയിം സാധനം കാണിക്കുകയാണ്. ഈ കൈ തന്നു, ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം ഫുൾ ഫ്രീയാണ്. പല കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാം. കൈ മാറ്റാം, എന്നെ പിടിക്കാം, എൻ്റെ കോളറിൽ പിടിക്കാം, എന്ത് വേണോ ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഒരു സിനിമാറ്റിക് ആയിട്ട് ചെയ്യാൻ നേരത്ത് ഇത് വർക്കബിൾ ആണെന്ന് തോന്നുന്നതാണ്. അത് ആക്ച്വലി ഒരു റിയാലിറ്റി അല്ല. ഈ റിയാലിറ്റി വരാൻ നേരത്ത് നമുക്ക് അവരുടെ റെസിസ്റ്റൻസും അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും ഈ വക ആട്രിബ്യൂട്ട്സ് എല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ വർക്കബിൾ ആയിട്ടുള്ള സാധനം എന്തുവാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. വർക്കബിൾ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് സ്ട്രൈക്കിംഗ് സ്കിൽസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു പഞ്ച് ചെയ്യാം, പ്രോപ്പറായിട്ട് എങ്ങനെ ഒരു കിക്ക് ചെയ്യാം, ഇതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സിനിമാറ്റിക് ആയിട്ടുള്ള വേർഷൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല. ഇതാണ് സത്യം. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ബേസിക് സ്ട്രൈക്കിംഗ് ആണ് നിങ്ങളെ ഒരു സെൽഫ് ഡിഫെൻസ് സിറ്റുവേഷനിൽ ആദ്യം ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് തന്നെ കിക്സോ കാര്യങ്ങളോ വരാൻ നേരത്ത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടൈറ്റ് ടീഷർട്ടോ അല്ലെങ്കിൽ ടൈറ്റ് പാൻസ് എങ്ങാണ്ട് ഇട്ടുകൊണ്ട് പോകുന്നു എന്നുള്ളൊരവസ്ഥ നിങ്ങൾ കണക്കിലാക്കിയാൽ മതി. ഓർ മേ ബി ലേഡീസ് ആണെങ്കിൽ സാരി എടുത്തുകൊണ്ട് പോകുകയാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കിക്ക് ചെയ്യുക അങ്ങനത്തുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ടേക്ക് ഡൗൺ, ഒരാളെ തള്ളിയിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ വരുന്നൊരു ആസ്പെക്റ്റ് ആയിരിക്കും. പക്ഷെ അതിന് മുന്നേ വരുന്ന കാര്യം എന്തായിരിക്കും? നിങ്ങളെ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കൈകൾ മാത്രമായിരിക്കും.
അപ്പോൾ നിങ്ങളുടെ പഞ്ച് പ്രോപ്പർ ആണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ പഞ്ച് പ്രോപ്പർ എന്ന് പറയാൻ നേരത്ത് നിങ്ങൾക്ക് ചുമ്മാ എയറിലൊരു പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പഞ്ചായിട്ട് തോന്നും. ഓക്കെ, ഈ തോന്നല പ്രശ്നം. അതാണ് ഒരു ആക്ച്വലി ഒരു ബോക്സറും പിന്നെ ഒരു നോർമൽ ഒരു ഡെയിലി സ്കോളറായിട്ട് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് വഴി നോക്കി പഠിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം, ട്രെയിൻഡ് ആയിട്ടുള്ള ആളും അൺട്രെയിൻഡ് ആയിട്ടുള്ള ആളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് നിരഞ്ജനെ വിളിച്ചേക്കുക. അപ്പോൾ നിരഞ്ജന ഒരു പഞ്ച് ചെയ്യുവാണ്. ഓക്കെ, ഒരു ജാബ്. അപ്പോൾ നമ്മൾ ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്ന പഞ്ചസിനെ ജാബ് എന്നാണ് വിളിക്കുന്നത്. ഇടത്തെ കൈ എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാല് ഫ്രണ്ടിലാണെങ്കിലാണ് ഇത് ജാബ്. ഇതിൻ്റെ പേര് ഓർത്തഡോക്സ് സ്റ്റാൻസ് എന്നാണ്. എല്ലാവരും യൂഷ്വലി ലെഫ്റ്റ് ലെഗ് ഫോർവേഡ് വെച്ചിട്ടായിരിക്കും ഒരു മിക്ക ആൾക്കാർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബേസിസിൽ ഇതാണ് ജാബ്. അപ്പോൾ ജാബ് ചെയ്തു, ഇത് ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ചെയ്തോ. ഗോ, എനിക്ക് ഇടി കിട്ടും, ഇതൊരു ജാബാ, ഇത് വർക്കാവത്തില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങൾ ഇച്ചിരി ഒരു വീക്കർ ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചസിന് പവർ ഒന്നും ഇല്ല, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സാധനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം, മാക്സിമം എഫിഷ്യൻസിയിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒരു ടെക്നിക്കും തെറ്റല്ല, ഒരു ടെക്നിക്ക് ചെയ്യാൻ പല വഴികളുണ്ട്. അതിലൊരു വഴിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് വെച്ചില്ലേ, ഇത് ഞാൻ എൻ്റെ സൗണ്ട് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വോക്കൽ കോഡിലോട്ട് ഈ പഞ്ച് ലാൻഡ് ചെയ്ത് വെച്ചേക്കുക. എൻ്റെ സൗണ്ട് ഇപ്പം നോർമലാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിരഞ്ജൻ്റെ തല ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറയാം. തല ഫ്രണ്ടിലോട്ട് എൻ്റെ സൗണ്ട് മാറി. ശ്രദ്ധിച്ചായിരുന്നോ? ഓക്കെ, ആക്ച്വലി നിരഞ്ജൻ ചെയ്ത വേറൊന്നുമല്ല, ബോഡി വെയിറ്റ് ആ പഞ്ചിലോട്ട് ലീൻ ചെയ്തു എന്നുള്ളതാണ് ഇപ്പം നിരഞ്ജൻ ചെയ്തൊരു കാര്യം. ഓക്കെ, അപ്പോൾ എൻ്റെ നോർമൽ സൗണ്ട് ഇത് എനിക്ക് വെയിറ്റ് വന്നു. ഓൾറെഡി നിങ്ങൾക്ക് കാണാം എൻ്റെ തല ബാക്കിലോട്ട് പോകുന്നതായിട്ട്. ഓക്കെ, ദിസ് ഈസ് വൺ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു വെയിറ്റ് 50 kg 60 kg അല്ലെങ്കിൽ 70 kg എന്തെങ്കിലും കാണും. അപ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ നേരത്ത് വെറും ഈ 5 kg കൊണ്ട് ഫൈറ്റ് ചെയ്യരുത്. നിങ്ങളിത് ചെയ്യാൻ നേരത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞട ഇല്ലേ, ഇത് ചെയ്യുന്നത് ഈ 5 കിലോ കൊണ്ടാണ് നിങ്ങൾ ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയ ഏറ്റവും എളുപ്പവഴി എന്താ പറയുക, നിങ്ങളൊന്ന് ചുമ്മാ പഞ്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വേദന പോലെ തോന്നും. അത് ആക്ച്വലി നിങ്ങൾ ഈ ഒരു പോർഷൻ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തോന്നുന്ന. നമുക്ക് വേണ്ടത് ബോഡി വെയിറ്റ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സെറേറ്റസ് ആൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടൊരു മസിലുണ്ട്, അതിനെ ഒന്ന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പോൾ ഒന്നും കൂടെ ചെയ്തു അത് ആക്ടിവേറ്റ് ചെയ്യുക ഏറ്റവും എളുപ്പവഴി എന്ന് വെച്ചാൽ ഇതിനൊന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്താൽ മതി. ഇത് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാം. നിങ്ങൾ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ഗ്യാസ് സിലിണ്ടർ ഇങ്ങനെയല്ലേ എടുക്കുന്നത്, നമ്മൾ ഇങ്ങനെ എടുക്കത്തില്ല, ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെൻഡില്ലേ, ഈ ബെൻഡ് നേരെ ഒന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ പഞ്ച്. ഓക്കെ, ഒന്നുകൂടെ സി. അപ്പോൾ ഇതിപ്പോൾ സ്ട്രെയിറ്റാണ്, ഇത് ഹൈപ്പർ എക്സ്റ്റെൻഡഡാണ്. ഇത് ആണ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പഞ്ച്. ഇനി തല ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് സി, പഞ്ചിൻ്റെ വെയിറ്റ് വരുന്നുണ്ടോ? ഇത് ഞാൻ വീണ്ടും സൗണ്ട് വെച്ചിട്ട് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. സ്ട്രെയിറ്റ് പഞ്ച്. എനിക്കിപ്പോൾ ആക്ച്വലി ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. സി, ആ വെയിറ്റ് മൊത്തം വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ആട്രിബ്യൂട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് സാധനം ചെയ്യാൻ പറ്റും. എന്താണ്? ഗ്രാവിറ്റി യൂസ് ചെയ്യുക. സി, ഞാൻ ഈ പറഞ്ഞ 3 കാര്യത്തിലും ഒരു തരത്തിലുള്ള ഫിറ്റ്നസ് ആസ്പെക്റ്റും ഇല്ല. നിങ്ങൾ ആക്ച്വലി ഫിസിക്സ് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങളുടെ എഫേർട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഈ പോയിന്റിൽ കൊണ്ടുവന്നു. നിങ്ങൾ ബോഡി വെയിറ്റ് മൊത്തമായിട്ട് ഇട്ട് എന്ന് വെച്ചാൽ ഒരു സാധനത്തിലോട്ട് നിങ്ങൾ ലീൻ ചെയ്യുക. ഇനി ഗ്രാവിറ്റിയും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇതൊന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് പൊക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടെ എഫക്റ്റാണ്. കണ്ടോ? ഒന്നും കൂടെ ചെയ്തേ. സി, എനിക്ക് ഒരുപാട് വെയിറ്റ് ഇടേണ്ടി വരുന്നുണ്ട് ആ പഞ്ചിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുമ്പോൾ ഞാൻ ഇതല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഇതാ, ഈ ആംഗിൾ കണ്ടോ? ഓക്കെ, ഈവൻ ഇത് നിങ്ങൾക്ക് ഫേസിൽ ചെയ്യാം അല്ലെങ്കിൽ ബോഡി ചെയ്യാം. ഇത് ഒരു സ്നാപ്പ് പോലെ ആവുന്നുള്ളൂ. ഈ ഒരു എഫക്റ്റേ കിട്ടത്തുള്ളൂ ഈ സാധനത്തിന്. ഓക്കെ, അതൊരു ഇൻറ്റിമിഡേഷൻ മാത്രമാണ്. നമുക്ക് വേണ്ടത് എന്തുവാ? സേഫ്റ്റിയാണ്. സെൽഫ് ഡിഫെൻസിൽ ഒറ്റ അറ്റാക്കിൽ പരിപാടി തീരണം. അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന ഇതാ സാധനം. ഞാൻ ഇടിച്ചു ഇറക്കുക ചെയ്യാം. ഓക്കെ, ഇതാണ് ഒരു ബേസിക് പഞ്ച് ചെയ്യേണ്ടതിൻ്റെ ഒരു സയൻസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങളുടെ നോർമൽ പഞ്ചിനകത്ത് ഈ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഞ്ചിൻ്റെ എഫക്റ്റ് ഓൾമോസ്റ്റ് 10 times ആവുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമാറ്റിക് ആയിട്ട് ചെയ്യുന്ന സെൽഫ് ഡിഫെൻസോ അതല്ല കൊറിയോഗ്രാഫ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒരു റിയൽ ടൈം സിറ്റുവേഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളിത് എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്യൂട്ടോറിയൽ കണ്ട് നിങ്ങളിത് പഠിക്കുവാണെങ്കിലും ആക്ച്വലി അത് ചിലപ്പോൾ സൂയിസൈഡൽ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളത് ഒരിക്കലും ചെന്ന് റിയൽ ടൈം ആയിട്ട് ഇത് വർക്കാവുമെന്ന് പറഞ്ഞ് ചെയ്യരുത്. അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾക്ക് ഈ സാധനം ബാറ്റിൽ ടെസ്റ്റഡ് ആയിരിക്കണം. ഈ ബാറ്റിൽ ടെസ്റ്റഡ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പ്രോപ്പർ കോച്ചിൻ്റെ അടുത്ത് എൻറോൾ ചെയ്തിട്ട് ഇത് കുറേ ദിവസം പ്രാക്ടീസ് ചെയ്ത് അപ്പോഴാണ് നിങ്ങൾക്ക് ഈ സാധനം കുറച്ചുകൂടെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്.
ഇത് ഞാനൊരു കണക്കായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു മാർഷൽ ആർട്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ അത് വേൾഡ് പോപ്പുലേഷൻ്റെ ഒരു 5% 10% ആൾക്കാരിൽ മാത്രം വരുന്ന ഒരു ഹാബിറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ മാത്രമേ മാർഷൽ ആർട്സ് ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾ ഒരു എലൈറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞു. ഇതൊരു 3 days per week എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 5%ൻ്റെ 5% ആവും നിങ്ങൾ. അതും റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 5%ൻ്റെ 5% ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം സേഫ്റ്റി നിങ്ങളുടെ കോഷ്യൻ്റ് എത്രത്തോളം ഡെവലപ്പ് ആവുമെന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ ഏതെങ്കിലും ഒരു മാർഷൽ ആർട്ട് ഫോളോ ചെയ്യുന്നതും അതേപടി എന്ത് കാര്യങ്ങൾ നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ പെർസ്യൂ ചെയ്യുന്നതും.